ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പി. ജയരാജനെ മാറ്റിയ നടപടി CPIM-ന്റെ കൈകഴുകൽ മാത്രമാണെന്ന് KC വേണുഗോപാൽ MP. കുറ്റം ചെയ്തവരെ മറച്ചു നിർത്തി മറ്റൊരാളെ ബലിയാടാക്കുകയാണെന്നും വേണുഗോപാൽ ആരോപിച്ചു. CPM-ഉം BJP-യും തമ്മിലുള്ള ബന്ധം ഇലക്ഷൻ കാലത്ത് ഉണ്ടായതാണെന്ന് വ്യക്തമാണെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. തലസ്ഥാന നഗരിയിൽ മുഖ്യമന്ത്രി അറിയാതെ കൂടിക്കാഴ്ച നടക്കില്ല. അന്നൊന്നും നടപടിയെടുക്കാതെ ഇപ്പോൾ ചെയ്യുന്നതിലൂടെ ജയരാജനെ ബലിയാടാക്കാനാണ് ശ്രമിക്കുന്നത്. അന്ന് നടന്നത് പാർട്ടിയുമായിട്ടുള്ള ഡീലിംഗ് ആണെന്നും വേണുഗോപാൽ ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മുക്കിന് മുമ്പിലല്ലേ കണ്ടത്. അപ്പൊ അന്നൊന്നും ചെയ്യാത്ത ആക്ഷൻ ഇന്നെടുക്കുന്നത് അത് കൈ കഴുകി ജയരാജനെ ബലിയാടാക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇ.പി. ജയരാജനെ പോലൊരു ഉന്നതനായ നേതാവ് തലസ്ഥാന നഗരി മുഖ്യമന്ത്രിയുടെ അടുത്ത പ്രദേശത്ത് ഇത്തരം കൂടിക്കാഴ്ച നടക്കണമെങ്കിൽ എന്തായാലും മുഖ്യമന്ത്രിക്ക് അന്ന് തന്നെ അത് അറിവുണ്ടായിട്ടുണ്ടാവും. ആ അറിവുണ്ടായിട്ട് ഇത്രയും നാൾ കഴിഞ്ഞ് ഒരു നടപടിയും സ്വീകരിക്കാതെ ഇപ്പോൾ ഇ.പി. ജയരാജൻ അതിന്റെ മേൽ നടപടി സ്വീകരിക്കുന്നത് വെറും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ്. ആ ഡീല് സത്യത്തിൽ പാർട്ടിയുമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നെഹ്റു ട്രോഫി വള്ളംകളി റദ്ദാക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്നും KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. നെഹ്റു ട്രോഫി വള്ളംകളിയും തൃശ്ശൂർ പൂരവും ഈ രണ്ടാണ് അന്തർദേശീയ മാർക്കറ്റിൽ പോലും നമ്മൾ വിനോദസഞ്ചാരത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് ബ്രാൻഡുകളാണ്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡിൽ ടൂറിസ്റ്റ് സീസണുകളിൽ നടത്തുന്നത് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ടൂറിസം മന്ത്രി തന്നെ ഇത് പറയാമെന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത്ഭുതം തോന്നുന്നു. ഞങ്ങൾ സഹായിക്കില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് സർക്കാർ ആ തീരുമാനം മാറ്റണം. സെപ്റ്റംബറിൽ തന്നെ പറ്റുമെങ്കിൽ വള്ളംകളി നടത്തണമെന്നാണ്. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വള്ളംകളി മാറ്റിവെക്കാൻ തീരുമാനിച്ചിരുന്നു. പിന്നീട് നടത്താമെന്നായിരുന്നു ധാരണ. എന്നാൽ ഇപ്പോൾ വള്ളംകളി ഉപേക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഈ നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്നും സെപ്റ്റംബറിൽ തന്നെ വള്ളംകളി നടത്താൻ തയ്യാറാകണമെന്നും MP ആവശ്യപ്പെട്ടു. നെഹ്റു ട്രോഫി വള്ളംകളി റദ്ദാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. കൈനഗിരിയിൽ ബോട്ട് ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ വേറിട്ട സമരം നടത്തി. മുണ്ടകൽ പാലത്തിന് സമീപം ജലോത്സവ പ്രേമികൾ ആറ്റിൽ ചാടിയാണ് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. 2024 വള്ളംകളി വേണ്ട എന്ന് വെച്ച ആ തീരുമാനം അത് പുനർപരിശോധിക്കണം. അത് മാത്രമാണ് ഞങ്ങളുടെ കുട്ടനാടിന്റെ വികാരമാണ് ഈ വള്ളംകളി. തീർച്ചയായിട്ടും ഇതിന് പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിൽ ചാടി ഇതിന് ഈ പ്രതിഷേധം കുട്ടനാട്ടുകാരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ് ജലോത്സവങ്ങൾ. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിനായി ഇത്തവണയും കാത്തിരിക്കവെയാണ് കേരളത്തിന്റെ ഉള്ളുലച്ച വയനാട് ദുരന്തം സംഭവിച്ചത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വള്ളംകളി മാറ്റിവെച്ചപ്പോൾ ആ തീരുമാനത്തെ അംഗീകരിച്ച ജലോത്സവ പ്രേമികൾ ഇന്ന് പ്രതിഷേധത്തിന്റെ പാതയിലാണ്. നെഹ്റു ട്രോഫി ജലമേള ഇത്തവണ വേണ്ടെന്ന് വയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചതായി വാർത്തകൾ വന്നു തുടങ്ങിയതോടെ കൈനഗരിയിലും പ്രതിഷേധം ശക്തമായി. 4 ബോട്ട് ക്ലബ്ബുകളുടെ പ്രതിനിധികളും ജലോത്സവ പ്രേമികളും മുണ്ടക്കൽ പാലത്തിന് സമീപം ആറ്റിൽ ചാടിയാണ് സർക്കാർ തീരുമാനത്തിനെതിരെയുള്ള തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ വള്ളംകളിയുടെ സമയത്ത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു മത്സര ബുദ്ധി അന്നേരം മാത്രമേ ഉള്ളൂ. അല്ലാത്തപ്പോൾ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം ഞങ്ങളെല്ലാം കൂടെ ഒത്തൊരുമിച്ച് ഇത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് വള്ളംകളി നടത്തത്തില്ല എന്നുള്ള അല്ലെങ്കിൽ നടക്കത്തില്ല എന്നുള്ളൊരു ഒരു ന്യൂസ് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത്. വള്ളംകളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു വികാരമാണ്. കുട്ടനാട് ആലപ്പുഴ MLA-മാർക്കെതിരെയും പ്രതിഷേധം ശക്തമായി. കുട്ടനാടിനോട് ചിറ്റമ്മ നയം കാട്ടുന്ന സർക്കാരിനെ തിരുത്താൻ MLA-മാർക്കാവുന്നില്ലെന്നാണ് ആരോപണം. കുട്ടനാട്ടുകാരുടെ പ്രതിഷേധത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. ശരിക്കും എല്ലാവർക്കും അറിയാം ഇതൊരു ചിറ്റമ്മ നയം തന്നെയാണ്. കാര്യം നമ്മുടെ ഈ പറയുന്ന ഒരു അപകടം ഉണ്ടായിടത്തുനിന്ന് വെറും 100 കിലോമീറ്റർ മാറി മത്സരം നടക്കുകയും 300 കിലോമീറ്റർ മാറി നിങ്ങൾ മാത്രം എന്താ പറയുക ദുഃഖാചരണം നടത്തിക്കോളാം എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ കളിയാക്കുന്നതിന് തുല്യമാണ്. ഞങ്ങൾക്കൊക്കെ ആ വിഷമവും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇന്നലെ വരെ ഞങ്ങൾ ആരും പ്രതികരിക്കാതിരുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയുടെ ജിയോ പുറത്തിറങ്ങി ബേപ്പൂരിലേക്ക് 2.5 കോടി രൂപ അനുവദിച്ചപ്പോഴാണ് ഞങ്ങൾ പ്രതിഷേധിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത്. ഞങ്ങളുടെ ആഗ്രഹം നെഹ്റു ട്രോഫി നടത്തുക എന്ന് തന്നെയാണ്. അതിനൊരു കോംപ്രമൈസും ഇല്ല, ഒരു വിട്ടുവീഴ്ചയില്ല. ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട്, അതുപോലെ തന്നെ മതസംഘടനകൾ ആൾക്കാരുണ്ട്. ഇവിടെ എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള കുട്ടനാട് MLA ആലപ്പുഴ MLA ഉണ്ടല്ലോ, അവർ പറയുന്നില്ല കാര്യമൊന്നും. ഇവർക്ക് ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടോ ടൂറിസം മന്ത്രിയോടോ നേരിട്ട് കയറി പറഞ്ഞാൽ തീരാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ. കൈനഗിരിയിലെ ബോട്ട് ക്ലബ്ബുകളായ UBC, വാരിയേഴ്സ്, VBC, SH എന്നിവയിലെ ടീമംഗങ്ങൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു.
നെഹ്റു ട്രോഫി നടത്താൻ നടപടിയുണ്ടായില്ലെങ്കിൽ കുട്ടനാട്ടിലെ മുഴുവൻ വള്ളംകളി പ്രേമികളെയും സംഘടിപ്പിച്ച് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്നും സെക്രട്ടേറിയറ്റിലേക്കടക്കം പ്രക്ഷോഭം വ്യാപിപ്പിക്കുമെന്നും ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു. UBC പ്രസിഡന്റ് സൈജുവപ്പൻ ഐസക്, വില്ലേജ് ബോട്ട് ക്ലബ് ക്യാപ്റ്റൻ PV മാത്യു പാവുവത്തിൽ, BK വിനോദ്, ബിബിൻ, ഷാജി പുത്തൻപുരയ്ക്കൽ, ജോസഫ് തുടങ്ങിയവർ വേറിട്ട പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളി ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ മാസം തന്നെ നടത്തണമെന്ന ആവശ്യവുമായി DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് മുഖ്യമന്ത്രിക്കും ആലപ്പുഴ ജില്ലാ കളക്ടർക്കും ഇത് സംബന്ധിച്ച് സജി ജോസഫ് നിവേദനം നൽകി. നെഹ്റു ട്രോഫി ജലോത്സവം ഒഴിവാക്കുന്നത് നാടിന്റെ സാംസ്കാരിക വളർച്ചയ്ക്കും ടൂറിസം പുരോഗതിക്കും മങ്ങലേൽപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വർഷം വള്ളംകളി നടക്കാതെ പോയാൽ അടുത്ത വർഷത്തെ വള്ളംകളിയെ അത് ബാധിക്കുമെന്ന് സജി ജോസഫ് ചൂണ്ടിക്കാട്ടി. വള്ളംകളിക്ക് വേണ്ടി സാമ്പത്തിക പിന്തുണ നൽകാൻ ആരും മുന്നോട്ട് വരാത്ത സ്ഥിതി സംജാതമാകും. അത് നമ്മുടെ നാടിന്റെ സാംസ്കാരിക വളർച്ചയ്ക്കും ടൂറിസം പുരോഗതിക്കും മങ്ങലേൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, ആലപ്പുഴ ജില്ലയിലേക്ക്, കുട്ടനാട്ടിലേക്ക് ലക്ഷക്കണക്കിന് ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി അത് വലിയൊരു പ്രാധാന്യമുണ്ട്. ആയിരക്കണക്കിന് തുഴച്ചിലുകാർ അവരുടെ ഉപജീവന മാർഗങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വള്ളംകളിയിൽ ഏർപ്പെടുന്നത് കേവലം ഒരു സാമ്പത്തിക ലാഭത്തിന് മാത്രമല്ല, അതൊരു വലിയൊരു വികാരമായതുകൊണ്ട് മാത്രമാണ്. വള്ളംകളിയുടെ നെഹ്റു ട്രോഫിയുടെ ഡേറ്റ് പ്രഖ്യാപിക്കാത്തതിന് മൂലം സാധാരണ ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ അനുഭാവികളായിട്ടുള്ള ആളുകളിൽ നിന്ന് പണം ശേഖരിക്കുവാൻ പോലും ഇവർക്ക് കഴിയുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ തൃശ്ശൂർ പുലികളി നടത്തുവാനായിട്ടുള്ള അനുമതി സർക്കാർ കൊടുത്തു. ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ പല പല അനുമതിയും കൊടുത്തപ്പോൾ കുട്ടനാട്ടിലെ ജനങ്ങളുടെ, ആലപ്പുഴ ജില്ലയിലെ ജനങ്ങളുടെ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും വികാരം കണക്കിലെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളും നെഹ്റു ട്രോഫിയും CBLും നടത്തുവാനായിട്ടുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണം. അപ്പോൾ ഇപ്പോൾ നെഹ്റു ട്രോഫി നടക്കുന്നില്ല എങ്കിൽ ഇത് ആലപ്പുഴ ജില്ലയിലെ ടൂറിസം മേഖലയെ ബാധിക്കും. അതുപോലെ തന്നെ അടുത്ത വർഷവും നെഹ്റു ട്രോഫിയെ ഇത് ബാധിക്കും. ടൂറിസം ഭൂപടത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന നെഹ്റു ട്രോഫി ആലപ്പുഴയുടെ ഒരു സാമ്പത്തിക സ്രോതസ് കൂടിയാണ്. വിദേശങ്ങളിൽ നിന്നടക്കം അനേകം വിനോദസഞ്ചാരികൾ ഇക്കാലയളവിൽ ആലപ്പുഴ സന്ദർശിക്കാറുണ്ട്. നെഹ്റു ട്രോഫി നടക്കാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ടൂറിസം മേഖലയിലെ ബിസിനസ്സുകളെ സാരമായി അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുലികളി സംഘങ്ങളുടെ സാമ്പത്തിക ദുരിതം കണക്കിലെടുത്ത് ഓണത്തിന് പുലികളി നടത്താൻ തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചത് ഒരു മാതൃകയായി അവലംബിച്ച് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കാര്യത്തിലും അതുപോലെ ഒരു തീരുമാനം കൈക്കൊള്ളണമെന്നും സജി ജോസഫ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് വള്ളസമിതി പ്രതിനിധികൾ, തുഴച്ചിൽക്കാർ എന്നിവരോട് ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും നിവേദനം സമർപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെഹ്റു ട്രോഫി വള്ളംകളി ഇനിയും നീട്ടിവെക്കാതെ അടിയന്തരമായി നടത്തുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് കേരള റോവിംഗ് ആൻഡ് പാഡ്ലിംഗ് ബോട്ട് ക്ലബ്ബ് അസോസിയേഷൻ പ്രസിഡന്റ് CT തോമസ് കാച്ചാങ്കോടം. ട്രയൽ നടത്തിയ കളിവള്ള ക്ലബ്ബുകൾക്കും വള്ള ഉടമ സംഘത്തിനും ഭീമമായ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളതെന്നും ഇത് സർക്കാർ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വള്ളംകളിക്കാരുമായി യാതൊരു കൂടിയാലോചനകളും ഇല്ലാതെയാണ് വയനാട് ദുരന്തത്തിന്റെ പേരിൽ നെഹ്റു ട്രോഫി ജലമേള സർക്കാർ മാറ്റിവെച്ചതെന്ന് CT തോമസ് പറഞ്ഞു. ചെറുതും വലുതുമായ കളിവള്ളങ്ങളുടെ ട്രയൽ നടത്തുന്നതിനായി ഇതിനോടകം ക്ലബ്ബുകൾ വലിയ തുക ചെലവഴിച്ചു കഴിഞ്ഞു. ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി പുലികളി പോലെയുള്ളവ നടത്താൻ തീരുമാനിച്ച സാഹചര്യത്തിൽ നെഹ്റു ട്രോഫി ഒഴിവാക്കുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. വള്ളംകളിക്കാരുടെ ഒളിമ്പിക്സാണ് ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി. വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ സർക്കാർ വള്ളംകളിക്കാരുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുമായി ആലോചന നടത്താതെ അടിയന്തരമായി വള്ളംകളി മാറ്റിവെച്ചു. തുടർന്ന് CBLും മാറ്റിവെച്ചു. ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയോടനുബന്ധിച്ച് ഏതാണ്ട് ചെറുതും വലുതുമായ എല്ലാ കളിവള്ളങ്ങളും ട്രയൽ നടത്തി ഭീമമായ ഒരു ബാധ്യത അവർക്ക് സംഭവിച്ചിരിക്കുന്ന ഈ അവസരത്തിലാണ് സർക്കാരിൻ്റെ ഈ തീരുമാനം. എന്നാൽ ഈ നഷ്ടപരിഹാരം ഇങ്ങനെയുള്ള വള്ളംകളിക്കാർക്കുണ്ടായ നഷ്ടം അടിയന്തരമായി സർക്കാർ ഏറ്റെടുത്ത് അവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പുലിക്കളി പോലുള്ള മറ്റ് ജില്ലകളിൽ തിരുവോണത്തിനോടനുബന്ധിച്ചുള്ള പല പരിപാടികളും നടത്തുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തരമായിട്ട് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ട്രയൽ നടത്തുന്ന സമയത്താണ് സർക്കാർ വള്ളംകളി മാറ്റിവെച്ചത്. ഇതോടെ ഭീമമായ നഷ്ടം ക്ലബ്ബുകൾക്കുണ്ടായി. നഷ്ടം സർക്കാർ ഏറ്റെടുക്കണം. സ്നേക്ക് ബോട്ട് ഓണേഴ്സ് അസോസിയേഷനും ചെറുവള്ള ഉടമ സംഘവും ഇക്കാര്യത്തിൽ സർക്കാരിൽ സ്വാധീനം ചെലുത്തണമെന്നും CT തോമസ് പറഞ്ഞു. ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനു വേണ്ടി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ രൂപരേഖ തയ്യാറായി.
ഡിവൈഎസ്പി ഓഫീസിന് സമീപം പോലീസ് ക്വാർട്ടേഴ്സ് വളപ്പിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ആഭ്യന്തര വകുപ്പിൽ നിന്നും അനുമതി ലഭിക്കുന്നതോടെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്ന് ജോബ് മൈക്കിൾ MLA KCV ന്യൂസിനോട് പറഞ്ഞു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം തയ്യാറാക്കിയ രൂപരേഖ അനുമതിക്കായി ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ചിരിക്കുകയാണ്. അനുമതി ലഭിക്കുന്നതോടെ ടെൻഡർ നടപടികളിലേക്ക് കടക്കും. കഴിഞ്ഞ ദിവസം മണ്ണ് പരിശോധന പൂർത്തിയാക്കിയിരുന്നു. 2022-23 സംസ്ഥാന ബജറ്റിൽ പോലീസ് സ്റ്റേഷൻ നിർമ്മാണത്തിനായി 3.15 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. നിലവിൽ ചങ്ങനാശ്ശേരി മാർക്കറ്റ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലാതെ വന്നതോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2 നിലകളിലായി അത്യാധുനിക സംവിധാനങ്ങളോടെയാവും കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയെന്ന് ജോബ് മൈക്കിൾ MLA പറഞ്ഞു. നമ്മുടെ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ പുതിയതായിട്ട് പണിയാൻ 3.5 കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അതിൻ്റെ ഏകദേശം എല്ലാ വർക്കുകളും പൂർത്തിയാക്കി ഇനി ടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ DVSP ഓഫീസിൻ്റെ പുറകുവശത്താണ് 3.5 കോടി രൂപയുടെ അത്യാധുനിക സൗകര്യത്തോടു കൂടി ഉള്ള ഇൻട്രോഗേഷൻ റൂം ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ ഓഫീസേഴ്സ് കോൺഫറൻസ് റൂം, ഓഫീസേഴ്സ് ലോഞ്ച്, പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ലോഞ്ചുകൾ, സ്ത്രീകൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മുറികൾ, അതോടൊപ്പം തന്നെ ശുചിത്വ മുറികൾ, ഇതെല്ലാം കൂടിയുള്ള സംവിധാനമാണ്. അതിൻ്റെ ഫൈനൽ നമ്മൾ ടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ്. താഴത്തെ നിലയിൽ കാത്തിരിപ്പ് കേന്ദ്രം, SHOയുടെയും SIമാരുടെയും റൂമുകൾ, 3 ലോക്കപ്പ് റൂമുകൾ, സ്റ്റോർ, ചൈൽഡ് റൂം, ശുചിമുറികൾ, കമ്പ്യൂട്ടർ റൂം, വയർലെസ് റൂം, ഉദ്യോഗസ്ഥർക്കുള്ള ക്യാബിനുകൾ എന്നിവയുണ്ടാകും. കോൺഫറൻസ് ഹാൾ, സിവിൽ പോലീസുകാരുടെ വിശ്രമമുറി, തൊണ്ടി മുതൽ സൂക്ഷിക്കുന്നതിനുള്ള മുറി, ഡൈനിങ് ഹാൾ തുടങ്ങിയവ മുകൾ നിലയിലാവും ഒരുക്കുക. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായാൽ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം ട്രാഫിക് പോലീസിന് കൈമാറാനാണ് തീരുമാനം. അമ്പലപ്പുഴ സാഗര സഹകരണ ആശുപത്രിയിൽ സ്ഥാപിച്ച ഡയാലിസിസ് യന്ത്രങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ച് സ്ഥാപിച്ച 2 ഡയാലിസിസ് യന്ത്രങ്ങളുടെയും അമ്പലപ്പുഴ കുടുംബവേദി സാംസ്കാരിക സംഘടന സൗജന്യമായി അനുവദിച്ച 2 ഡയാലിസിസ് യന്ത്രങ്ങളുടെയും ഉദ്ഘാടനമാണ് നടന്നത്. അപ്പോൾ ആഴ്ചയിൽ 2-3 വട്ടം ചെയ്യുന്നൊരു സാധാരണ കുടുംബത്തിന് അങ്ങനെ പോയി ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമ്പത്തികമായൊരു തകർച്ച താങ്ങാൻ കഴിയുന്നൊരു തകർച്ചയല്ല. ആകെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് ആ വരുമാനം കൊണ്ട് അതിന് ജീവിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു കുടുംബത്തിന് ഇതുപോലെ അഡീഷണലായി ഒരാഴ്ചയിൽ ഒരു 4,000-5,000 രൂപ ചെലവാക്കേണ്ടി വരുന്ന സാഹചര്യം വരിക എന്ന് പറയുന്നത് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെയെല്ലാം ഒരു കുടുംബത്തിന് ഒരു വലിയ പ്രയാസമാണ് സംഭവിക്കുന്നത്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ മാക്സിമം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാണ്. ഡോക്ടർ ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ്. അവിടെ പക്ഷേ സ്ഥിരമായ ഡയാലിസിസ് കുറച്ച് മറ്റു സ്ഥലത്തേക്ക് പോകാൻ ഒരു ടൈം കഴിയുമ്പോൾ അയക്കും. കാരണം എമർജൻസി കാഷ്വാലിറ്റി മൂഡിലുള്ള പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ സൗകര്യം അവിടെ നിലനിർത്തുക എന്നുള്ളത് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ആശുപത്രി വിശ്രമ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ N. അരുൺ അധ്യക്ഷനായി. കുടുംബവേദി ചെയർമാൻ R. ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കുടുംബവേദി അംഗങ്ങളായ C. രാധാകൃഷ്ണൻ, ഡോക്ടർ റോയ് B. ഉണ്ണിത്താൻ, ദേവരാജൻ, സൺ ഫാർമ മാനേജിംഗ് ഡയറക്ടർ K. ചന്ദ്രമോഹൻ നായർ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ K. P. ദീപ, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ T. K. ഗോപാലകൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ AITUC വാർഷിക സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. ആലപ്പുഴ സുഗതൻ സ്മാരകത്തിൽ നടന്ന വാർഷിക സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. LDF ഗവൺമെൻറ്റിന് മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റും, പ്രയാസങ്ങളെപ്പറ്റി അറിയാൻ പറ്റും, കണ്ണീരൊപ്പാൻ ജാഗ്രത കാണിക്കാൻ പറ്റും. എത്രയോ ശരിയാണ്. അതുകൊണ്ടാണ് നാം ഇടതുപക്ഷമാകുന്നത്. ഇടതുപക്ഷമാകുന്ന ഈ ഗവൺമെൻറ്റിന് അതുകൊണ്ട് തന്നെ ചില വിഷയങ്ങളിൽ പക്ഷപാതിത്വങ്ങൾ വേണം, നിലപാട് വേണമെന്നും ആ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ ഇടത്തറ ഗവൺമെൻറ്റിനെയും നമ്മളെയും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സർക്കാരിൻ്റെ മുമ്പിലുള്ള പ്രയാസങ്ങളെപ്പറ്റിയും നാം കാണാതിരിക്കുന്നില്ല. ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും സാമ്പത്തിക പ്രയാസമുണ്ട്. ആ സാമ്പത്തിക പ്രയാസം പ്രധാനമായും ഉണ്ടായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾ മൂലമായിട്ടാണ്. ഇന്ത്യയുടെ ഭാഗമാണ് കേരളം. ആ കേരളത്തിനായി മാറ്റിവെക്കേണ്ട വിഹിതം പലപ്പോഴും കിട്ടാറില്ല.
കൊടുക്കാൻ പഠിക്കുകയാണ്. ദേശീയ ഓഹരി സമ്പത്ത് പങ്കുവയ്ക്കുമ്പോൾ ഓരോ സ്റ്റേറ്റിനും കിട്ടേണ്ട വിഹിതം കിട്ടുവാൻ വേണ്ടി കേരളത്തിന് എത്രമാത്രം കെഞ്ചിയാലും അവരത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. സമ്മേളനത്തിൽ കാനം രാജേന്ദ്രൻ അനുസ്മരണ പുരസ്കാരം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ സമ്മാനിച്ചു. തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് TJ ആഞ്ചലോസ് അധ്യക്ഷനായി. പുന്നപ്ര വയലാർ സമരസേനാനികളെ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ആദരിച്ചു. വിപ്ലവ ഗായിക PK മേദിനി, യൂണിയൻ ജനറൽ സെക്രട്ടറി PV സത്യനേശൻ, R സുരേഷ്, P ജ്യോതിസ്, ദീപ്തി അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭ പരിധിയിൽ നടത്തിയ ബന്ദിപ്പൂ കൃഷി വൻ വിജയം. പൂക്കളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടത്തി. ചങ്ങനാശ്ശേരി നഗരസഭ, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി, ചങ്ങനാശ്ശേരി കൃഷിഭവൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമാണ് നഗരസഭാ പരിധിയിൽ ബന്ദിപ്പൂ കൃഷി ചെയ്തത്. പൂക്കളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നഗരസഭ ആക്ടിംഗ് ചെയർമാൻ മാത്യൂസ് ജോർജ് കഴിഞ്ഞ ദിവസം നിർവഹിച്ചു. പരീക്ഷണാർത്ഥമാണ് ഈ വർഷം ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്ന് ഉള്ള ഒരാഗ്രഹം പറയുകയും അത് മുനിസിപ്പൽ ബഡ്ജറ്റിൻ്റെ ഭാഗമാവുകയും പദ്ധതിയുടെ ഭാഗമാവുകയും ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്നത് വരും നാളുകളിൽ ഈ പട്ടണം ഈ രംഗത്തൊരു മാതൃകയാവണമെന്നുള്ളതാണ്. കാരണം ഈ നഗരത്തിലെ എല്ലാ തരിശായി കിടക്കുന്ന എല്ലാ ഭൂമിയും, അതുപോലെ വീടുകളിലും ടെറസുകളിലുമെല്ലാം ഇതുപോലെ പുഷ്പകൃഷി നടത്തിക്കൊണ്ട്, ബന്ദിപ്പൂ കൃഷി നടത്തിക്കൊണ്ട് ഇവിടുത്തെ വനിതകൾക്ക്, ചങ്ങനാശ്ശേരി പട്ടണത്തിലെ വനിതകൾക്കൊരു സ്വയം തൊഴിൽ സംരംഭമായും അതോടൊപ്പം ഒരു മാതൃകാ പദ്ധതിയായി നഗരത്തിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുമെല്ലാം ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് പരീക്ഷണാർത്ഥം നല്ലത് നടപ്പാക്കി. എന്തായാലും ഈ പരീക്ഷണാർത്ഥം നടപ്പാക്കിയത് വളരെ ആകർഷണീയമായി, മനോഹരമായി, നമ്മുടെ മനസ്സിന് കുളിർമ നൽകത്തക്ക നിലയിൽ നമ്മുടെ പദ്ധതി. ഉദ്ഘാടന ചടങ്ങിൽ കൃഷി ഓഫീസർ P ബിജു പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭ മുൻ ചെയർപേഴ്സൺ ബീന ജോബി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA നിസാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ രാജേഷ്, വാർഡ് കൗൺസിലർമാർ, കൃഷി അസിസ്റ്റന്റ് R കവിത, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഓവർസിയർ ലീന തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴയിലെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 49 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന കവിത ITIയുടെ സ്ഥാപകൻ G ചക്രപാണിയുടെ 1ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം സെപ്റ്റംബർ 5 നടക്കും. കവിത ITI അങ്കണത്തിൽ നടക്കുന്ന പരിപാടി ആലപ്പുഴ MP KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. G ചക്രപാണി അവർ മരിച്ചിട്ട് സെപ്റ്റംബർ 5 അടുത്ത വ്യാഴാഴ്ച 1 വർഷം തികയാണ്. അതിനോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനവും ജീവകാരുണ്യ പ്രവർത്തനവും എല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു സമ്മേളനം 5-ാം തീയതി ശ്രീ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യുന്നതും അതിനോട് അനുബന്ധിച്ച് ഒരു അവാർഡ് നമ്മൾ ഈ GC ഫൗണ്ടേഷൻ 2 മാധ്യമ പ്രവർത്തകർക്ക് ഇപ്പം നമ്മൾ തുടങ്ങുവാണ്. ഇനി വരും വർഷങ്ങളിലും അത് തുടരുന്നതാണ്. അനുസ്മരണ കമ്മിറ്റി രക്ഷാധികാരി രവി പാലത്തിങ്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തും. GC ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മാധ്യമ പുരസ്കാരത്തിന് അർഹരായ മാതൃഭൂമി ബ്യൂറോ ചീഫ് ജോസഫ് മാത്യുവിനും കേരള കൗമുദി അമ്പലപ്പുഴ ലേഖകൻ M സന്തോഷ് കുമാറിനും ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. അമ്പലപ്പുഴ MLA H സലാം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, ജില്ലാ കൃഷി ഓഫീസർ C അമ്പിളി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി സെപ്റ്റംബർ 3 ചക്രപാണി മെമ്മോറിയൽ ഹാളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കും. രവി പാലത്തിങ്കൽ, സംഗീത ചക്രപാണി, CP വിജയകുമാർ, രാജു പള്ളിപ്പറമ്പിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്വ പച്ച ചെക്കിടിക്കാട് ലൂർദ് മാതാ സ്കൂളിൽ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ആത്മീയ സംഗമം നടന്നു. പൂർവ്വ വിദ്യാർത്ഥിയായ ഫാദർ ജോൺസൺ മുണ്ടുവേലിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കൃതജ്ഞതാ ബലിയോടെയാണ് സംഗമം ആരംഭിച്ചത്. മുൻ
സ്കൂൾ മാനേജർമാർ, ഇടവക വൈദികർ, സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ വൈദികർ, മുൻ പ്രിൻസിപ്പൽമാർ, സിസ്റ്റർമാർ എന്നിവർ ആത്മീയ സംഗമത്തിൽ പങ്കെടുത്തു. എടത്വ സെന്റ് ജോർജ് ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ഈ ആത്മീയ സംഗമം പ്രത്യേകിച്ചും ഇതൊരു നൂതനമായ ഒരു ഐഡിയയാണ്. അവിടെ ഈ സ്ഥാപനവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട നേതൃത്വ നിലയിൽ നിന്നിരുന്ന ആളുകളെ, അധ്യാപകരെയും അച്ഛന്മാരെയും എല്ലാം വിളിച്ച് ഒരു ചെറിയ അവർക്ക് തന്നെ നമുക്കറിയാം, ഞങ്ങൾ പുതിനാട് അച്ഛൻ റിട്ടയർ ചെയ്ത് ഞാൻ അടുത്ത വർഷം റിട്ടയർ ചെയ്യുമ്പോൾ നമ്മുടെ അംഗങ്ങളായിരുന്ന സ്കൂളുകളെ കുറിച്ച് നമ്മളെല്ലാം ഓർമ്മകളായി കിടക്കുമ്പോൾ അവിടുത്തെ കടന്നു ചെല്ലുവാനായിട്ടൊരു അവസരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം സന്തോഷത്തിന് അവതാരമാണ്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ്, എടത്വായിലെ ഒത്തിരി സ്കൂളുകൾ ധാരാളം 3-4 സ്കൂളുകളുണ്ട്. അവിടെയുള്ള മീറ്റിങ്ങുകൾക്കെല്ലാം അവിടുത്തെ ഫോർമൽ ഹെഡ് മാസ്റ്റേഴ്സിനെ എല്ലാം ക്ഷണിക്കുന്നത് കാണാൻ സാധിക്കും. ആദ്യ സ്കൂൾ മാനേജർ ഫാദർ മാത്യു പുത്തനങ്ങാടിയെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് വൈദികർ, മുൻ പ്രിൻസിപ്പൽമാർ എന്നിവർക്കും ആദരവ് നൽകി. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ചൂളപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ തോമസ് കുട്ടി മാത്യു ചീരമ്പേലിൽ ആമുഖ പ്രസംഗം നടത്തി. ഹെഡ് മിസ്ട്രസ് അന്നമ്മ ജോസഫ്, ജനറൽ കൺവീനർ ഷിജോ സേവ്യർ കല്ലുപുരയ്ക്കൽ, ചെയർമാൻ ജിജൻ വെൺമേലിൽ, PTA പ്രസിഡന്റ് സിനു വർഗീസ്, MPTA പ്രസിഡന്റ് സൈജി ലാലിച്ചൻ, പ്രോഗ്രാം കൺവീനർ ബോബൻ തോമസ്, ചെയർമാൻ പോളി തോമസ് എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.